KPSTA പയ്യന്നൂർ ഉപജില്ലാ സമ്മേളനം അരവഞ്ചൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. KPSTA പയ്യന്നൂർ ഉപജില്ലാ സമ്മേളനം അരവഞ്ചൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. KPSTA കണ്ണൂർ ജില്ലാ സെക്രട്ടറി TV ഷാജി ഉദ്ഘാടനം ചെയ്തു. വ്യത്യാസം ഉണ്ടായത് 2010 നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ സമയത്തുള്ള തെരഞ്ഞെടുപ്പിലാണ് UDF ചരിത്രത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പിന്നീട് ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് നമുക്ക് മുന്നേറ്റം ഉണ്ടായത്. പക്ഷെ 2010 തിളക്കം എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 9.5 വർഷമായി UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പ് എന്നതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ സാധാരണ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സെന്റ് തിരിച്ച് ആളുകൾ അളന്ന് വിൽക്കാറുണ്ട്. ചെറിയ വലിയ മുഴുവൻ ഇത്തരത്തില് പിണറായി ചെന്നി മുറിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെട്ടും നെസ്സും വിറും ഒക്കെ ആക്കി നമ്മളെ വാർഡുകളെയൊക്കെ മാറ്റിയതിനു ശേഷം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചത് അവർക്ക് മേധാവിത്വം ഉറപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരു ഗവൺമെന്റാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 60% തദ്ദേശ സ്ഥാപനങ്ങളായിട്ട ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അന്ന് താങ്ങി നിൽക്കുന്ന ഉത്തരവാദിത്വം നമുക്കല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ തവളകളെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി വരുന്നത്. ഇത്രയും കുടിശ്ശികയില്ലെന്നുള്ള യാഥാർത്ഥ്യം അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. ഈ 190 മാസം എന്ന് പറഞ്ഞാൽ 1-2 രൂപയല്ല, 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ രൂപ ഓരോ അധ്യാപകന്റെ അക്കൗണ്ടിൽ വേണ്ട പൈസയായി. സംസ്ഥാന കമ്മിറ്റി അംഗം രമേശൻ കാന പതാക ഉയർത്തി. ഉപജില്ലാ പ്രസിഡന്റ് M സുമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KM ബിന്ദു, സജിൻ SP, സ്റ്റീബി K സൈമൺ, PK രാമചന്ദ്രൻ, P സുധീഷ്, പ്രേംജി, പെരിങ്ങോം വൈക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK രാജൻ എന്നിവർ പ്രസംഗിച്ചു. KB യുഗേഷ് കുമാർ സ്വാഗതവും TP പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ഭാഗമായിട്ടും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രദേശമാണ്. അധ്യാപകരാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും പ്രയോക്താക്കളും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ മാറ്റിമറിക്കുന്നവരും. അതിന് ഏറ്റവും നല്ല ഉച്ചരമായ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒട്ടേറെ നേതാക്കന്മാരുടെ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ്. എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനും കാര്യങ്ങൾ പിടിച്ചെടുക്കാനും പറ്റൂല. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ മുൻകാട്ടി ഗവൺമെന്റ് നമുക്ക് തന്ന ഓരോ ആനുകൂല്യങ്ങളും ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം കൊണ്ട് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ഇടയിൽ തന്നെ ആ ഒരു ചർച്ചയാണ് ഉള്ളത്. അതായത് അവർക്കൊന്നും പറയാൻ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത്. പക്ഷെ അവര് ഇനി എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് അതിനോട് പ്രതികരിക്കാൻ അനുസരിച്ചിട്ടല്ല ഭരണം നടക്കുന്നത്. അവരുടെ അധികാര മോഹം, അവരെന്താണോ നമ്മുടെ മുഖ്യമന്ത്രി എന്താണോ വിചാരിക്കുന്നത് അതേ കേരളത്തിൽ നടപ്പാവുന്നത്. അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മൾ അധ്യാപകരും ജീവനക്കാരും വിചാരിച്ചാൽ നമുക്ക് പറ്റും. അതിനു വേണ്ടി പ്രയത്നിക്കണം. പല പ്രാവശ്യവും നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. നമ്മുടെ സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ നമ്മുടെ ജില്ലാ കലോത്സവമായാലും അതുപോലെ ഉപജില്ലാ കലോത്സവമായാലും അതുതന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂർ വേദിയാകുന്ന ആളുകളൊക്കെ അവരോട് ചേർന്ന് പ്രവർത്തിക്കാനും അവിടെ പ്രവർത്തന മികവ് മനസ്സിലാക്കാനും കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. കുഞ്ഞു കുഞ്ഞു സംഘടനകളുണ്ടാവില്ല. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു സംഘടന ഞാൻ പങ്കെടുക്കേണ്ടുന്ന അതാത് യോഗങ്ങളിൽ 75% ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം വേണ്ട, ആരും പറയണ്ട ചോദിക്കുന്നില്ല. ഞാൻ അങ്ങനെ ആൻസർ ഇല്ലാത്ത ചോദ്യങ്ങളാണ് നീക്കൊണ്ടിരിക്കുകയാണ്. അവകാശ നിഷേധങ്ങളുടെയും അവകാശ ലംഘനങ്ങളുടെയും അല്ലെങ്കിൽ വഞ്ചനകളുടെയും ഒരു നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അത്രയും ഭൂരിപക്ഷം അത്രയും വളരെ കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്ത ചില തന്ത്രങ്ങളുണ്ട്. പാവപ്പെട്ട അല്ലെങ്കിൽ അധികമൊന്നും ഇത്തരം സാങ്കേതിക ജ്ഞാനം ഒന്നും ഇല്ലാതിരുന്ന സാധാരണക്കാരായ കുടുംബശ്രീ പോലുള്ള അവരെ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തരുന്നതാണെന്നും നമ്മുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പാകത്തിലുള്ള ആളുകളോട് ഇപ്രാവശ്യം പറഞ്ഞ വോട്ട് സ്വന്തമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞവരോട് പറഞ്ഞ കളവൊക്കെ
അതായത് നിങ്ങൾ ആർക്കെങ്കിലും മാറ്റി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം സൗണ്ട് മാറും. ഇനി മുന്നോട്ടുള്ള കാലഘട്ടം വളരെ പ്രാധാന്യമേറിയതാണ്. സംഘടനയെ സംബന്ധിച്ചോളവും നമ്മുടെ നമ്മുടെ മാതൃപ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഒരു കാരണവശാലും നമ്മൾ തളർന്നു പോകരുത്. കൂടുതൽ ഊർജ്ജസ്വലതയോടെ, കൂടുതൽ ആവേശത്തോടെ നമ്മൾ മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട്. ഉത്തരാനീഷ്, അനുശ്രീ എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എം സുമ, സെക്രട്ടറി KV യുഗേഷ് കുമാർ, ട്രഷറർ PE സീമ എന്നിവരെ തിരഞ്ഞെടുത്തു. ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. വാർഷികം പ്രമാണിച്ച് നവംബർ 25 മുതൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു. പ്രഷർ കുക്കർ 50% ഓഫ്, ഗ്യാസ് സ്റ്റൗ 50% ഓഫ്, മിക്സി 20 മുതൽ 40% വരെ ഓഫ്, കാസ്ട്രോൾ MRP 930, ഓഫർ പ്രൈസ് 399, അപ്പച്ചട്ടി 290, ഇൻഡക്ഷൻ കോപ്പ് ടോപ്പ് MRP 3890, ഓഫർ പ്രൈസിൽ 1599, നോൺ സ്റ്റിക് 4 പീസ് സെറ്റ് MRP 2990, ഓഫർ പ്രൈസിൽ 999. മറ്റ് അനവധി ഓഫറും. ഇപ്പോൾ തന്നെ ഗൃഹലക്ഷ്മി സന്ദർശിക്കൂ. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.